ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു 2-3 വിധിന്യായങ്ങൾ പുറത്തിറങ്ങി. അതിൽ ഞാൻ വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയെന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതി 2025 മാർച്ച് 17 പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്. അത് അലഹബാദ് ഹൈക്കോടതിയിലെ രാം മനോഹര നാരായൺ മിശ്ര എന്ന് പറയുന്ന ജഡ്ജിയാണ് ആ വിധി പ്രഖ്യാപിച്ചത്. ഒരു 11 വയസ്സുള്ള പെൺകുട്ടി റോഡിലൂടെ നടന്നു പോകുമായിരുന്നു. 2 വൃത്തികെട്ടവന്മാർ, അത് 2021 അവന്മാർ പവനെന്നും ആകാശെന്നും യവന്മാർ വന്ന് അവന്മാർക്കൊക്കെ എന്തോ അവിടെ ചെയ്യാം. അവന്മാർ വന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ വന്നവന്മാർ വന്ന് ഈ കുട്ടിയെ വലിച്ചഴിച്ച് ഒരു കലിങ്കിനടിയിലേക്ക് കൊണ്ടുപോയി. അപ്പം അതൊരു തുരങ്കം പോലുള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് മുമ്പ് ഇതിൻ്റെ മാറത്തൊക്കെ പിടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പൈജാമയുടെ ചരട് വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇതിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. ബലാത്സംഗം ചെയ്യാൻ കൊണ്ടുപോവാണ്. ഈ കുട്ടി ഒച്ചത്തിൽ നിലവിളിച്ചത് ആളുകൾ അത് കേട്ട് ഓടിപ്പോയി. അതുകൊണ്ട് മാത്രം ഈ കുട്ടി രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ വൃത്തികെട്ടവന്മാർക്കെതിരെ കേസുണ്ടായി. കേസെന്ന് പറയുന്നത് ബലാത്സംഗ ശ്രമം, അതും അതുപോലെ തന്നെ പോക്സോ വകുപ്പ് അനുസരിച്ച് ബലാത്സംഗ ശ്രമവും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ആയിട്ടുള്ള കേസുണ്ടായി. 11 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കേസ് ക്വാഷ് ചെയ്യണം എന്നും പറഞ്ഞ് ഇവന്മാർ അലഹബാദ് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജഡ്ജിയുടെ മുമ്പിലാണ് വന്നത്. മനുഷ്യത്വം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് ചേർന്നതാണോ എന്ന് നമുക്ക് അതിശയം വരും. അതായത് ഈ മാറത്ത് പിടിച്ചാലും ഈ പാവാടച്ചരട് വലിച്ചു പൊട്ടിച്ചാലും ഒന്നും ബലാത്സംഗ ശ്രമമല്ല. പിന്നെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. മനുഷ്യർക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഈ ജഡ്ജിമാരെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നല്ല ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കണം, ഒരു നല്ല മനുഷ്യനായിരിക്കണം, എന്നാലേ ജഡ്ജിയാവൂ. അല്ലാതെ യന്ത്രമായി മാറരുത്. ഇത് യാന്ത്രികമായിട്ട് പോലും ഇത് പറയാൻ ഒക്കത്തില്ല. കോമൺ സെൻസ് തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളിന് ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അന്നേ ഇത് കണ്ട് ചിരിച്ചുപോയി. പക്ഷെ ചിരിക്കുമ്പോഴും നമുക്ക് സങ്കടമുണ്ട്. ഈ കുഞ്ഞന് അനുഭവിച്ച ആ വിഷമം, അത് ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടതല്ലേ നാട്ടുകാർ കൂടിയതുകൊണ്ട്. അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് കൊല്ലപ്പെട്ടനെ, അതിനെ കഴുത്തിയൊക്കെ അവന്മാർ കൊന്നേനെ ബലാത്സംഗം ചെയ്തിട്ട്. ഭാഗ്യത്തിന് അത് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് മാർച്ച് 15 ഇപ്പം 27 മാർച്ച് 15 ഈ വിധി പ്രഖ്യാപിക്കുന്നത്. ഇതുപോലെ വന്നത് 17 മാർച്ച് 17 2025 മാർച്ച് 17 ഈ നമ്മുടെ ബഹുമാന്യനായ രാം മനോഹർ നാരായൺ മിശ്ര ഈ വിധി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. വലിയ വിധിയായി. അപ്പോൾ ഇത് ഞെട്ടലുളവാക്കി സമൂഹത്തിൽ, ജുഡീഷ്യൽ ഫ്രട്ടേണിറ്റിയിലെല്ലാം വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു വിധിന്യായമാണിത്. ഇങ്ങനൊരു കാഴ്ചപ്പാടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. വളരെ വലിയ ചർച്ചയായി. വിമൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി അതിൻ്റെ നേതൃത്വനിരയിലുള്ള ഒരു മുതിർന്ന അഭിഭാഷക ശ്രീമതി ശോഭ, അവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഇത് കാണിച്ചുകൊണ്ടൊരു കത്തയച്ചു. ആ കത്ത് ഒരു അപ്പീൽ എന്നുള്ള നിലയ്ക്ക് ഫയലിലെടുത്ത് അത് പരിഗണിച്ചതിന് ശേഷം സുപ്രീം കോടതി അത് ആ മാർച്ച് മാസം 26 തന്നെ ഈ വിധി അങ്ങ് സ്റ്റേ ചെയ്തു. കാരണം ഈ വൃത്തികെട്ട വിധി അത് കേട്ടാൽ തന്നെ അറിയാമല്ലോ, അങ്ങ് സ്റ്റേ ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും നോട്ടീസൊക്കെ കൊടുത്തു. നോട്ടീസൊക്കെ അയക്കണമല്ലോ, അതിൻ്റെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞു. അത് വാദം കേട്ടിട്ട് നിശ്ചിതമായിട്ടാണ് അലഹബാദ് ഹൈക്കോടതിയെ വിമർശിച്ചത് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ച് അവർ നിശ്ചിതമായിട്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ വിമർശിച്ചു. എന്നിട്ട്
പറഞ്ഞു ഇതിന് മാനദണ്ഡങ്ങൾ വേണം, ഈ ജഡ്ജസിനൊക്കെ പ്രോപ്പർ ട്രെയിനിങ് വേണം എന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റി. പ്രോപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തോ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത് ഇതുപോലെ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തിന്? ഇത് ബലാത്സംഗ ശ്രമമാണോ അല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ പാഴൂർ പഠിക്കലൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് തലയിൽ എന്തെങ്കിലും ഉള്ളവന് അറിയാം ഇത് ബലാത്സംഗ ശ്രമമാണെന്നുള്ളത്. അതിന് വേറെ ഡെഫിനിഷനൊന്നും ആവശ്യമില്ല. ബലാത്സംഗം എന്താണെന്ന് ഇന്ത്യൻ പീനൽ കോഡിലും അതുപോലെ ഇപ്പം BNS-ലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പോക്സോ ആ ഒഫൻസുകളൊക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ എന്നുള്ള 354 വകുപ്പ് IPC-യിലെ അത് 354B അതിലെ, അതായത് വ്യവസ്ഥയാക്കൽ എന്നുള്ളതാണ്. അതും പോക്സോയിൽ 9ഉം 10ഉം പ്രായണ വളരെ ചെറിയ ഒഫൻസായിട്ട് വരുന്നത്. അത് എടുക്കാൻ പറഞ്ഞു. അതാണ് നമ്മുടെ നാരായൺ മിശ്ര പറഞ്ഞു കൊടുത്തത്. ഏതായാലും അത് ആ വിധി അങ്ങ് സ്റ്റേ ചെയ്തു. അതോടുകൂടി അതവിടെ കിടപ്പായി. ഇപ്പോൾ അതിൽ വിധി വന്നു. നിശ്ചിതമായി വിമർശിച്ചു. ജഡ്ജിമാർസും അത് നോക്കണം, ശ്രദ്ധിക്കണം. ഇതുപോലെ ഇങ്ങനെയുള്ള കേസുകളിൽ നോക്കി വേണം ചെയ്യാൻ. ഇങ്ങനെയുള്ള കേസുകൾ എങ്ങനെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇനി അതിന് അവർക്ക് പ്രോപ്പറായിട്ട് ജഡ്ജസിന് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഒരു പ്രോഗ്രാം തയ്യാറാക്കണം. ആ പ്രോഗ്രാമിൻ്റെ അതിൻ്റെ തരം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിൻ്റെ അധ്യക്ഷനായിട്ട് ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ നിയമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇതിനകത്തില്ല. ഇതിനകത്ത് ബോധമുള്ളവനെ ജഡ്ജിയാക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. അതാ വേണ്ടത്. ഈ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കിടക്കാൻ പോകുന്നവനെ അവനെയൊക്കെ പിടിച്ച് ജഡ്ജിയാക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ. അതായത് തലയിൽ എന്തെങ്കിലും ഉള്ള ഒരാളെ നോക്കി വേണം ജഡ്ജിയാക്കാൻ. അല്ലെങ്കിൽ ഈ കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരാൾ ജഡ്ജിയായിട്ടിരുന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത്. ബലാത്സംഗ ശ്രമമാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ ആരെടുത്ത് ഒരു ലേമാൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയുമല്ലോ ഇത് ബലാത്സംഗ ശ്രമമാണോ അല്ലയോ എന്ന്. അതിന് നിയമമൊന്നും ഇപ്പോൾ പോലും പഠിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ ഇതിനകത്ത്. എന്നിട്ട് അതിനു വേണ്ടി ആ ഒഫൻസ് ഒഴിവാക്കിക്കൊണ്ട് പ്രായേണ വളരെ ചെറിയ ഒഫൻസുകൾക്ക് ഉള്ള വിചാരണയാണ് അനുവദിച്ചത്. ഏതായാലും സുപ്രീം കോടതി അത് അസാധുവാക്കി. ബലാത്സംഗ ശ്രമത്തിന് തന്നെ അവർ വിചാരണ നേരിടാനായിട്ട് അവരെടുത്ത് പറഞ്ഞു, ഈ പ്രതികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലൊരു വിധിയാണ്. വളരെ ഏതായാലും നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. ഏതായാലും സുപ്രീം കോടതിയുടെ വിധി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലുള്ള കേസുകളിൽ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് എല്ലാം ആ വിധിയിലുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ജഡ്ജസിന് ഇതിനു വേണ്ടിയുള്ള ഒരു അവബോധം കൊടുക്കാനായിട്ട് ഉള്ള ഒരു ശ്രമം കൂടെ സുപ്രീം കോടതി നടത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ജഡ്ജസിനൊന്നും ഇത് വേണം എന്ന് ഞാൻ കരുതി ഇങ്ങനൊരു അവബോധമൊന്നും വേണ്ട. കാരണം അവർക്കിത് അറിയാം ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച്. ബാക്കി ഇതേപോലുള്ള കോടതികളിലൊക്കെയുള്ള ജഡ്ജിമാർക്കൊക്കെ ഇങ്ങനെ ഒരു അവബോധം വരുത്തേണ്ടത് അത്യന്താപേക്ഷിതവുമാണ്.